എൻ്റെ പൊന്ന് നിങ്ങളിത് കാണണം. ഇന്നലെ കണ്ട, അതായത് ഇന്ന് രാവിലെ കണ്ട മാർക്കറ്റ് നല്ല നീളത്തിലുണ്ട് കേട്ടോ. നേതി വില്ലേജിലേക്ക് പോണ വഴിക്ക് ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് വില്ലേജ്. അപ്പം ഇത് വീഡിയോ ഒക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ വെച്ചാൽ എന്തൊക്കെയാണ് നമ്മളെ മുന്നിൽ കാണുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അറിയുന്നില്ല. എന്താ വെച്ചാൽ ഇങ്ങനെ മാറി മറിയാണ് പ്രകൃതി ഭംഗി. അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളുണ്ട് കേട്ടോ. എനിക്ക് നോക്ക്, കൃഷികളാട്ടോ, ഇതൊക്കെ കൃഷികളാണ്. തട്ടായിട്ട് വെച്ചിട്ട് ഓരോ ആൾക്കാരെ കൃഷികളാണ്. അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ വീടുകളുണ്ട്. ചിലപ്പോൾ ഇവരൊക്കെ അതൊക്കെ കയറി വന്നിട്ട് വേണം ഈ റോഡിലേക്ക് എത്താൻ. സോ എന്തായാലും ഇത്രയും റിസ്ക് എടുത്തിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോരോ മാർഗ്ഗങ്ങളെ അതിൽ കൂടെയൊക്കെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട് കേട്ടോ. ആ മലമൂട്ടിലുള്ള നമ്മുടെ ഇതുണ്ടല്ലോ, മഞ്ഞ് ഉരുക്കിയിട്ടുള്ള വെള്ളം ഒലിച്ച് പോകുന്നുണ്ട്. സോ വണ്ടർഫുൾ. എന്താ രസം, ക്യൂട്ട്, നല്ല രസമുണ്ട് കേട്ടോ. അത് കണ്ട് പേടിച്ചോടാ പാവം. നീ വലുതായ ഞങ്ങളെ കടിക്കലടാ. എന്ത് രസമാണ്. വാടാ. അടിപൊളി. ഇല്ലടാ. അവിടെ കൊണ്ടുപോയിട്ടോ നമ്മൾ. അജു വെയിറ്റിംഗ് ആണ്. അജു ബാഗ് കാണണോ? ഇല്ലടാ, ഒന്നും ചെയ്യൂല. പിടിക്ക് പോവാ. ഹേയ്, ബ്രേക്ക് ചെയ്യുമ്പോൾ നോക്കണേ. അപ്പോൾ അതിനെ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. ഇവിടെ ഇരുന്നടാ മുത്തുമണിയെ. സ്കിഡാവണം അങ്ങനെ. മുമ്പ് ഇരുന്ന് കാഴ്ചകളാണ് കേട്ടോ. ഇങ്ങനെ കൊണ്ടുപോണ്ട്. എൻ്റെ ഉമ്മനെ കാണിച്ചാലോ എനിക്ക് പേടിക്കണ്ടേ. പാവട്ടോ, പാവത്താവിനെ പോലെ ഇരിക്കണ്ടോ അജോ? പാവത്താവിനെ പോലെ ഇരിക്കുന്നുണ്ട്. ആള് പാവാണ് എന്തായാലും. ഓ മുള്ളു. പോ. ആണോ. ഇത് പിന്നെ വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണല്ലോ. എവിടെ? ഇങ്ങോട്ട്. അപ്പോൾ അതിൻ്റെ തള്ള അങ്ങനെ നോക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ നോക്കുന്നുണ്ട്. അതായിരിക്കും തള്ള. അയ്യോ, സോ ഹാപ്പി. അതിനൊരു സന്തോഷം കണ്ടോ? ഈ സാധനം ഗൈസ് അതിൻ്റെ ആണോ ഡൗട്ടുണ്ട്. പക്ഷേ നിൽക്കുന്നുണ്ട്. പിന്നെ കളിക്കാണോ സൗണ്ട് ഉണ്ടാക്കണമെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ നായിൻ്റെ അടുത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കളിച്ചോളും. ഇതാണ് പ്രശ്നം. കളിക്കുകയാണോ എന്താണെന്നുള്ള മനസ്സിലാവില്ല. എന്തായാലും അടുത്തെത്തുമെന്ന് വിചാരിക്കുന്നു. പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട്. സ്ഥലത്തല്ല കേട്ടോ. എന്തായാലും അതൊരു അതിൻ്റെ തള്ളല്ല എന്തായാലും. അപ്പോൾ നമുക്ക് ഉള്ളിടത്തേക്ക് കൊണ്ടുപോയിടാം. വേറെ ഏതെങ്കിലും ആയിരിക്കും. ഇല്ല ഗൈസ്, അങ്ങനെ നമ്മൾ ചെറിയ ഡോഗിനെ അതിൻ്റെ തള്ള ഏൽപ്പിച്ചില്ല, അങ്ങനത്തെ രീതിയിൽ ഏൽപ്പിച്ചിട്ട് പോന്നിട്ടുണ്ട് കേട്ടോ. അജുവിൻ്റെ അഡ്വഞ്ചർപരമായിട്ടുള്ള കയറ്റം. നോക്ക് കൊടുക്ക് പോട്ടെ. കഴിച്ചാലായിട്ടുണ്ട്. ഇതാണ് റോഡിൻ്റെ അവസ്ഥ. എൻ്റെ പൊന്ന് നിങ്ങളിത് കാണണം.
ഇതൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ്? എടുക്കുകയാണ്. അതായത് വില്ലേജ് ഉണ്ടെങ്കിലും ഇവിടെ ഒന്നും ആളുകൾ താമസിക്കുന്നില്ല. അതാണ് കണ്ടോ, ഇതൊക്കെ കണ്ടോ പൂട്ടിക്കിടക്കുന്ന ആളുകൾ താമസിക്കില്ല കേട്ടോ. അതായത് മണ്ണ് ഇടിഞ്ഞ് പൊളിഞ്ഞ് വേണ്ടിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യപ്പോൾ BRO ടീം വന്നിട്ട് റോഡ് നന്നാക്കുന്നത്. അപ്പോൾ വഴി ഒക്കെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഇവിടുന്ന് കണ്ടുമുട്ടിയ ഒരു പട്ടാളക്കാരനാണ്. അപ്പോൾ മലയാളി തമിഴ് കേട്ടോ, മലയാളം നന്നായതില്ല. ബായ്. പുള്ളിനായിട്ട് നല്ല കമ്പനി അടിച്ച് നമ്മൾ പോവാം കേട്ടോ. കുറേ നല്ല റോഡും കുറേ വൃത്തിയുടെ റോഡും. സംഗതി ഒരു വില്ലേജ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ വില്ലേജിലേക്ക് എത്തണമെങ്കിൽ കുറച്ചൊരു പേടിയോട് കൂടിയിട്ട് നമ്മൾ വണ്ടി ഓടിക്കണം. പേടിയല്ലെങ്കിൽ കുറച്ചൊരു അഡ്വഞ്ചർ ഫീൽ ചെയ്യുന്നൊരു രീതിയിലാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. രക്ഷയില്ലാത്ത സ്ഥലങ്ങൾ പൊളിച്ച്. ഇതൊരു വില്ലേജാണ് സത്യത്തിൽ, പക്ഷേ ഒരാളെയും കാണില്ല കേട്ടോ ഈ വില്ലേജിലൊന്നും. ഒക്കെ പൂട്ടിക്കിടക്കാം. അയ്യോ, ഇനി ആളുകൾ പുറത്തിറങ്ങിയിട്ടോ മജു? ഇവിടെ ഒരാളുണ്ട്. എല്ലാം ക്ലോസ്ഡ് ആയി കിടക്കാട്ടോ. ഇതൊക്കെ നോക്ക, അടിപൊളി. ഏകദേശം ഭൂമീൻ്റെ അറ്റത്തി തോന്നണം. അതൊക്കെ ആയിരിക്കണം ബോർഡർ. അപ്പം അവിടെ നിന്ന് ചിലപ്പം പിരിച്ചു വിടും. സമയം നന്നായി ലേറ്റായി. ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് നന്നായി ലേറ്റാവും. പിന്നെ അത് മാത്രമല്ല, റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഈ വന്ന റോഡൊക്കെ വളരെ കണ്ടീഷൻ ആരംഭമാണ്. പിന്നെ പെട്രോള് ഭയങ്കര പ്രശ്നമാണ്. നോക്കുക എന്താണെന്നുള്ളത്. ഇതായിരിക്കണം ഈ വില്ലേജ് എനിക്ക് തോന്നുന്നത്. ആളോ അനക്കം ഒന്നുമില്ല. ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ആളനക്കം ഇല്ലാത്തൊരു സ്ഥലം കേട്ടോ. കുറേ വീടുണ്ട്, പക്ഷെ ഒരൊറ്റ കുട്ടികളില്ല. ഭയങ്കര ഒരു പേടി തോന്നിക്കില്ല അജു. എന്തായാലും നമുക്ക് കുറച്ചും കൂടി അങ്ങോട്ട് പോയേക്കട്ടോ. എന്തായാലും ഇത്ര എത്തിയില്ലേ. പെട്രോളിൻ്റെ വിഷയം മാത്രമേ നമുക്കൊരു പ്രശ്നമുള്ളൂ, വേറെ ഒരു പ്രശ്നമില്ല. നമ്മൾ വന്ന വഴിക്ക് റിട്ടേൺ പോകാൻ തയ്യാറാണ്. എന്തായാലും കുറച്ചും കൂടി മുന്നോട്ട് പോയേക്കാം. അതാളാണോ അജു? കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഭാഗ്യം. ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് ആ കാണുന്നതാണ്. അവിടെ ഒന്നും ഒരു കുട്ടികളില്ല. ഇവിടുന്ന് അങ്ങോട്ട് 7 കിലോമീറ്റർ ഓടിക്കാണ്ട് അവിടെ പോയാലും നമ്മുടെ മിലിറ്ററിക്കാർ തടയുന്നതാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അവിടെ വരെ പോയിട്ടും കാര്യമില്ല. നമ്മളെന്തായാലും റിട്ടേൺ പോവാണ്. പിന്നെ പെട്രോളിൻ്റെ കാര്യം മുഷ്കിലാണ്. അപ്പോൾ ഇവിടുന്ന് റിട്ടേൺ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും എങ്ങനെയാണ് ചൈന കയറണമുണ്ട്? ചൈനയെ കയറ്റാത്തോട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പോകും. ഇതാണപ്പം കാണുന്നത് നീതി വില്ലേജ് കേട്ടോ. നമ്മൾ ഒരാളും ഇല്ല കേട്ടോ. ഈ വില്ലേജിൽ നിന്നൊക്കെ ആളൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരാളില്ല. ബോർഡർ പോലീസാണ്. ഫുള്ള് മഞ്ഞമല. അപ്പോൾ കുറച്ച് അഡ്വഞ്ചറാണ്. നോക്കി വരാം. നമ്മളിപ്പോൾ 4 മണി, തിരിച്ചെത്തുമ്പോൾ 9 മണിയാകും. 4-5 മണിക്കൂറായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 30ൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല ഇന്ന് രാത്രി. കാരണം അത്രയ്ക്കും തണുപ്പും റോഡ് അത്രയും ബോറുമാണ്. അപ്പം നമ്മൾ ഇവിടുന്ന് വിടാണ്. ഇനി ഗോപ്രോ ചത്തോടിങ്ങാൽ വിഷ്വൽസ് ഉണ്ടാവില്ല, റൂമിലെത്തിയിട്ട് കാണിക്കാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഇനി നമ്മൾ റിട്ടേൺ പോവാണ്. 5 മണിക്കൂറിൻ്റെ അടുത്ത് എന്തായാലും റൈഡ് ചെയ്യണ്ടാവും. 4 to 5 മണിക്കൂർ. എന്താ വെച്ചാൽ റോഡെല്ലാം അലമ്പാണ്. നമുക്ക് റൂമിലെത്തണം, ജോഷ്മിട്ട് എത്തണം. എന്തായാലും ഇനിയിപ്പം ഞാൻ വീഡിയോ നിർത്താണ്, പതുക്കെ പോവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീഡിയോ എന്താക്കുന്നു. ഗോൾഡൻ കളർ അജോ നോക്കിയോ, എൻ്റെ പൊന്നുകാ. ഞങ്ങളൊന്ന് ഇവിടെ നിർത്തിയിട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അവിടെ നിന്ന് കാണുന്നത്. ഒരു രക്ഷയില്ല. നല്ല വ്യൂ, നല്ല മഞ്ഞ്, അവിടെ സൂര്യോദയം അസ്തമിക്കുന്നു. ഒരു രക്ഷയില്ല.